സ്തുതിക്കുന്നു. ഈ ഹോസ്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസി കർത്തൃദാസി കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുക്കി തന്ന ഈ സമയത്തെ പരിശുദ്ധാത്മാവിന്റെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിലേക്ക് കടക്കാം. അമ്മേൻ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഒരു നിമിഷം അമ്മേൻ ഹൃദയങ്ങളെ തുറന്ന് ഒന്ന് മനസ്സിനെ ഫ്രീ ആക്കിക്കൊണ്ട് കർത്താവിന്റെ മുമ്പിൽ ഹൃദയം തുറന്ന് നന്ദിയോടെ എല്ലാ അധരങ്ങളും ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We love you, Lord Jesus. കർത്താവെ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നപ്പ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങളുടെ ഭയം മാറി കർത്താവെ വലിയൊരു ധൈര്യം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നപ്പ അങ്ങയുടെ വലിയ സ്നേഹത്തിന്റെ അകത്ത് ആ ധൈര്യം ഞങ്ങളുടെ അകത്തേക്ക് അമേൻ അതിതീവ്രമായി ഇറങ്ങട്ടെ. കർത്താവെ, ഞങ്ങളെ ഒന്ന് പ്രിയ കടക്കണം. എലോഹി എലോഹി ലശ്മിഹിരി പ്രഭാജനത. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കർത്താവെ കൊതിക്കുന്നപ്പ അങ്ങയുടെ വലിയ സാന്നിധ്യത്തിന് ഞങ്ങൾ കൊതിക്കുന്നപ്പ. ഞങ്ങളുടെ സാഹചര്യമല്ലപ്പ, ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നിലവാരമല്ലപ്പ കർത്താവെ, അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് വലുത്. കർത്താവെ, അത് ഞങ്ങളുടെ മേൽ അധികാരത്തോടെ ഇറങ്ങണം. യെസ് യെസ് യെസ്. ഹൃദയം തുറന്നൊന്ന് ചോദിച്ചാട്ട് കർത്താവെ, ഇന്ന് ആമേൻ ഈ പ്രഭാതത്തിൽ സ്വർഗം എന്ത് ഞങ്ങളുടെ മേൽ ആഗ്രഹിക്കുന്നു അത് അതേ തനിമയോടെ ഒരൽപ്പം പോലും കുറയാതെ എൻ്റെ മേൽ ഇറങ്ങണം. കർത്താവെ, ഞാൻ മുട്ടുമടക്കിയിരിക്കുന്നത് മറ്റെങ്ങുമല്ല, അങ്ങയുടെ പാദപീഠത്തിലാണ്. യേശുവെ, അത് പരിപൂർണതയോടെ തന്നെ പ്രാപിച്ചെടുക്കുവാൻ ഈ പ്രഭാതത്തിൽ അങ്ങ് എന്നെ പ്രിപ്പയർ ചെയ്യും. അങ്ങ് എന്റെ കാതുകളെ ഒരുക്കണം, എന്റെ കണ്ണുകളെ ഒരുക്കണം, എന്റെ ത്വക്കിനെ ഒരുക്കണം. ഞാൻ കർത്താവെ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അശ്രദ്ധകൾ മാറി ശ്രദ്ധയോടെ പാദപീഠത്തിൽ ഇരിക്കുവാൻ ഈ പ്രഭാതത്തിലെ പ്രാർത്ഥന ഒരു സഭയുടെ ശ്രദ്ധയോടുള്ള ഒരു പ്രാർത്ഥനയായി മാറുവാൻ യേശുവെ, ഞങ്ങളെ അങ്ങയുടെ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, തമ്പുരാന്റെ വലിയ കൃപ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നതിനെ നന്ദി പറയുന്ന കർത്താവ്. വി ലവ് യു ലോർഡ്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് സ്നേഹിക്കുന്നപ്പ, ഞങ്ങൾ ഒരു മനസ്സോടെ അങ്ങ് സ്നേഹിക്കുന്ന കർത്താവ്, പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ. ഹല്ലേലൂയ. എല്ലാവരും നന്ദി പറഞ്ഞാട്ടെ. ആ മനസ്സോടെ നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. വി ലവ് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യഭാഷകളിൽ സംസാരിക്കാൻ കഴിയുന്നവർ അന്യഭാഷകളിൽ സംസാരിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എന്നെ നന്നായി അറിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ ഞാൻ അനുഭവിക്കുന്നെന്ന് ബോധ്യത്തോടെ ഹൃദയം തുറന്ന് നന്ദിയോടെ എല്ലാ ലിമിറ്റേഷനുകളും പൊട്ടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വി ലവ് യു ലോർഡ്. അറഗബ ശെകിബെദിനി ഇലഗോബദന അജജഗജഗദന. ഇളകാതിരിക്കുന്നതൊക്കെ ഇളകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇളകാതിരിക്കുന്നതൊക്കെ ഇളകട്ടെ. ഹല്ലേലൂയ. പോയിന്റ് ഔട്ട് ആയിട്ട് ഡാർക്ക് ആയിട്ടിരിക്കുന്നത്, നിന്നെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിലത് ഇന്ന് പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇളകട്ടെ. വാഗ്ദത്തങ്ങളെ എത്ര നാൾ മറച്ചു പിടിക്കാൻ കഴിയും? വാഗ്ദത്തങ്ങളെ എത്ര നാൾ ഒതുക്കി വെക്കാൻ കഴിയും? വാഗ്ദത്തങ്ങളെ എത്ര നാള് ആമേൻ രംഗപ്രവേശനം ചെയ്യാതെ ആമേൻ ഒതുക്കി നാളുകൾ, വർഷങ്ങള്, മാസങ്ങള്, ഹല്ലേലൂയ, അതിന് വിരോധമായി എഴുന്നേറ്റിരിക്കുന്ന സകല കരങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ യേശുവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. ആ പൊന്നുകര ഞങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെട്ടതിനായി നന്ദി പറയുന്ന കർത്താവേ. ആ പൊന്നുകര ഞങ്ങൾക്ക് വേണ്ടി ചലിച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അത്ഭുതങ്ങൾ ഞങ്ങൾ കാണട്ടെ, അടയാളങ്ങൾക്കായി ഞങ്ങൾ കൊതിക്കുന്ന കർത്താവേ, കൃപ ചെയ്യണം യേശുവിന്റെ നാമത്തിൽ തന്നെ. അമേൻ. എല്ലാ അധരങ്ങളും തുറന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾക്ക് ഈ നല്ല അവസരത്തിനകത്ത് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ജോയിൻ ആയിരിക്കുന്ന എല്ലാ ഫാമിലീസ് ആയിട്ട് ജോയിൻ ആയിരിക്കുന്നവരെ, വ്യക്തികളായി ജോയിൻ ആയിരിക്കുന്നവരെല്ലാം കർത്താവിന്റെ സാന്നിധ്യത്തിനകത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ
ഈ ഫാമിലിക്കകത്ത് ഈ പ്രഭാത പ്രാർത്ഥനയുടെ ഈ ഫാമിലിക്കകത്തേക്ക് എന്നെ ക്ഷണിച്ച ദൈവമക്കൾക്കും ദൈവദാസനും ദാസിക്കും കുടുംബത്തിനും ഒക്കെ നന്ദി അറിയിക്കുന്നു. എന്നാൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്ത് വന്ന ദൈവിക ചിന്ത ഹാലലുയ നിങ്ങളോട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വലിയ ദൈവിക തലം നമ്മുടെ മുമ്പിൽ തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വലിയ ക്രിയ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തിലോട്ട് കടക്കും മുമ്പേ ദൈവത്തിന്റെ കരം നമ്മൾ പലതവണ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ പല ഏറിയകളിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവകരത്തിന്റെ ഒരു പ്രത്യേകത, ആ ദൈവകരം ഇറങ്ങുന്നത് പ്രൊട്ടക്ട് ചെയ്യാന്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരം തന്റെ മക്കൾക്ക് വേണ്ടി പ്രൊട്ടക്ഷനായിട്ട് ദൈവിക പദ്ധതിയായിട്ട് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ വളരെ ശാന്തമായി ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥനയോടെ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിലും നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ വചനത്തിലേക്ക് കയറുമ്പോൾ വചനം മുഴുവനും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. ഈ വചനം നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന വചനമാണ്. ഹല്ലേലൂയ. നിന്നെ സുരക്ഷിത സ്ഥാനത്ത് നിർത്തുന്ന ഒരു വചനമാണ്. ഹല്ലേലൂയ. ആരെങ്കിലും ഈ വചനം കേൾക്കുവാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ അകത്ത് സുരക്ഷിതയല്ല എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ പ്രഭാതത്തിലെ പ്രാർത്ഥനയ്ക്കകത്ത് നീ സുരക്ഷിതനായി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനത്തിന് അത്ര വലിയ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവം ചിലത് സഭയ്ക്ക് നേരെ വരുന്ന ചില പ്രശ്നങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് പല കാലഘട്ടത്തിൽ പല രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, മോശയുടെ മുമ്പില് പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ ദൈവത്തിന്റെ കരം തന്റെ കൂടെ ഉള്ളതാണ് തനിക്ക് ഏറ്റവും വലിയ ബലമായി തീർന്നത്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിലും നിങ്ങൾ വിശ്വസിച്ചാട്ടെ, നിങ്ങളുടെ കൂടെ ചലിക്കുന്ന, നിങ്ങളുടെ കൂടെ പ്രൊട്ടക്റ്റഡ് ആയി ഇറങ്ങുന്ന ദൈവത്തിന്റെ കരം ഉണ്ടെന്നുള്ളത് വിശ്വസിച്ച് പറഞ്ഞാട്ട്, ഞാൻ യേശുവിന്റെ കരത്തിലാണ്. ഹല്ലേലൂയ. ഞാൻ യേശുവിന്റെ കരത്തിലാണ്. ആ കരം ഇന്നും കുറുകിയിട്ടില്ല. ഹല്ലേലൂയ. ആ കരം ഇന്നും കുറുകിയിട്ടില്ല. ആ കരത്തിന്റെ വല്ലഭത്വത്തിന്റെ മഹത്വം ഹല്ലേലൂയ എന്റെ മേൽ ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിന്റെ മേൽ ചലിക്കുന്നുണ്ട്. എന്റെ തലമുറയുടെ മേൽ ചലിക്കുന്നുണ്ട്. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ഞാൻ ആ ചലനത്തിലേക്ക് ശ്രദ്ധയോടെ ഹല്ലേലൂയ എന്റെ പ്രാർത്ഥന ആ ചലനത്തിലേക്ക് ചലിച്ചു കയറുന്നതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ പത്രോസ് ഹല്ലേലൂയ തന്റെ ലൈഫിനകത്ത് തന്നെ തിരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്ന് കഴിഞ്ഞാൽ ലൈഫിനകത്തുനിന്ന് ഞാൻ പറയാൻ കാരണം, മരണത്തിൽ നിന്ന് താൻ പുറത്തു വരിക. മരണത്തിൽ നിന്ന് പുറത്തു വരിക. ചിലരെ സംബന്ധിച്ച് മരണത്തിലോട്ട് പോകാനുള്ള റിപ്പോർട്ടുകൾ അവരുടെ മുമ്പിൽ വരുമ്പോൾ അതിനകത്ത് നിന്ന് പുറത്തു വരുമ്പോഴാണ് അവർ പറയുന്നത്, എന്റെ ദൈവം എന്നെ വിടുവിച്ചു, എന്റെ ദൈവം എന്നെ കരുതി. ഹല്ലേലൂയ. ഇന്ന് പകല് ഞാൻ വിളിച്ചു പറയട്ടെ, മരണങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിന്നെ. ഹല്ലേലൂയ. നീ അതിനകത്ത് ഭയങ്കര സുരക്ഷിതയായിട്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ആ റിപ്പോർട്ടുകൾ പറയുമ്പോഴേ ഓർത്തോണം, നിന്നെ തകർക്കാനുള്ള പൈശാചിക പ്ലാന്റെ മുമ്പിൽ നീ ജയത്തോടാ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഒരാള് 1 മുതൽ അതിന്റെ 5-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ചായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അവൻ യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ടോ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു തടവിലാക്കി. അവനെ കാപ്പാൻ 4 ചേവകർ ഉള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഹെരോദാവ് അവനെ ജനത്തിന്റെ ഇവിടെ വലിയൊരു സംഭവം നടക്കുകയാണ്.
ഹല്ലേലൂയ. ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വേദപുസ്തകമുള്ളവരൊക്കെ ആ ഭാഗം തുറന്ന് ആമേൻ. ആമേൻ പ്രസംഗം കഴിഞ്ഞ് ഞാൻ പോയാലും ആമേൻ നിങ്ങൾ ആ ഭാഗം വീണ്ടും വീണ്ടും വായിക്കണം. ആമേൻ. ഹല്ലേലൂയ. വളരെ ദൈവിക മർമ്മമുള്ള ആമേൻ ദൈവിക പദ്ധതികളിലേക്ക് കയറാൻ പറ്റുന്ന ഒരു കീ ആണ് ഈ വചനം. ഹല്ലേലൂയ. ആമേൻ. ആ കാലത്ത് ഹെരോദാവ് രാജാവ് ആമേൻ ഹല്ലേലൂയ സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. ആരുടെ മുമ്പിലോട്ടാ കൈ നീട്ടുന്നത്? ആമേൻ കൈക്കകത്തിരിക്കുന്ന ആമേൻ സഭയ്ക്ക് നേരെയാണ് അവന്റെ കൈ നീട്ടുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നീ കൈക്കകത്തിരിക്കുവാണെന്ന് നിനക്ക് വലിയ ബോധ്യം അനുഭവിക്കണമെങ്കിൽ ചിലരൊക്കെ നിനക്കെതിരെ കൈ നീട്ടണം. ഹല്ലേലൂയ. ചില ശക്തികൾ നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോഴാണ് നീ കൈക്കകത്തിരിക്കുവാന്നുള്ള വലിയ ബോധ്യം നിനക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ആമേൻ അധികാരമുള്ള ഭൂമിയിലെ മണ്ണിന്റെ അധികാരമുള്ളവൻ ആമേൻ ആർക്കെതിരെയാ? സഭയ്ക്കെതിരെ പീഡിപ്പിക്കാൻ വേണ്ടി. വളരെ ഹെരോദാവിന് ഇങ്ങനെ ഇരിക്കുമ്പം ഭയങ്കര ഇഷ്ടമാ ജനത്തിന്റെ ആ ഒരു ക്ലാപ്പ് കിട്ടാൻ വേണ്ടി, ജനത്തിന്റെ ആ ഒരു പ്രശംസ കിട്ടാൻ വേണ്ടി. ആമേൻ. ഈ കാലത്തും ആ കാലത്തും ഹെരോദാക്കളുണ്ട്. ഞാൻ പേര് മാറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ അങ്ങ് ചിന്തിക്കുക. ഹല്ലേലൂയ. ഇവർക്ക് സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക, സഭയെ ഇടയ്ക്കൊന്ന് ഒന്നൊന്ന് പ്രശ്നത്തിലാക്കുക. പക്ഷെ ഇവർക്ക് അറിയത്തില്ല ഇവരുടെ കൈക്ക് മുകളിൽ ഒരു കൈ എനിക്കും നിനക്കും വേണ്ടി ഈ പ്രഭാതത്തിലും ശക്തിയോടെ ഇറങ്ങുവാൻ, ബലത്തോടെ ഇറങ്ങുവാൻ എനിക്കും നിനക്കും വേണ്ടി ഒരു കൈ വെളിപ്പെട്ട് നിപ്പുണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. വേദപുസ്തകം പഠിക്കുമ്പോൾ പലയിടങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിൽ ഈ കൈ ഇറങ്ങിയിട്ടുണ്ട്. ഒരിടത്ത് കൈപ്പത്തി പോലൊരു മേഘം പോലെ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരിടത്ത് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വടിയുമായി മോശയെ നിർത്തുന്നത് ഒരു കൈയാണ്. ഹല്ലേലൂയ. മോശയോട് പറയാ നിന്റെ കൈ ഹല്ലേലൂയ നീ ഉയർത്തിപ്പിടിച്ചോ ദൈവത്തിന്റെ വടിയുമായിട്ട്. ഹല്ലേലൂയ. അവന്റെ കരം ഹല്ലേലൂയ. ഈ പീഡിപ്പിക്കുന്ന ഹെരോദാവിന് അതിന്റെ വലിപ്പമൊന്നും അറിയത്തില്ല. ഹെരോദാവിന് ആമേൻ ഒരാളെ തട്ടിക്കളഞ്ഞപ്പം ആമേൻ യഹൂദന്മാർക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞപ്പം അടുത്തത് ഇതൊരു സ്ഥിരം പരിപാടി ആക്കാമെന്ന് ഹെരോദാവ് വിചാരിച്ചു. അവന്റെ കൈക്കകത്ത് ഇതൊക്കെ അങ്ങ് സ്ഥിരം പരിപാടിയാകുമെന്ന് വിചാരിച്ചു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആദ്യത്തെ ദൂത് നിങ്ങളുടെ അകത്തോട്ട് കൈമാറുകയാണ്. ഹല്ലേലൂയ. ചിലരെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റും, ചിലരെയൊക്കെ പിടിക്കാൻ പറ്റും, ചിലരെയൊക്കെ തലവെട്ടാൻ പറ്റും. പക്ഷെ നിന്നെ തൊടാൻ ഇറങ്ങിയാൽ ദൈവത്തിന്റെ കരവും സ്വർഗീയ സൈന്യവും റെഡി ആയിട്ടിരിക്കുക. ഹല്ലേലൂയ. എല്ലാവരും ഉറങ്ങുമ്പോൾ, ഹല്ലേലൂയ, എല്ലാവരും മയങ്ങിയിരിക്കുമ്പോൾ, എല്ലാവരും അശ്രദ്ധമായിരിക്കുമ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന സഭയ്ക്കകത്തിരിക്കുന്ന നിന്നെ പീഡിപ്പിക്കുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ പിടിക്കുവാൻ ഹല്ലേലൂയ ഹേരോദ് ശക്തികളുടെ കൈകൾ നീട്ടിയാൽ ഹല്ലേലൂയ ഇന്ന് മറ്റൊരു കരത്തിന്റെ പ്ലാനുമായി ദൈവത്തിന്റെ ആത്മാവ് ചില കുടുംബത്തിനകത്ത് ഇറങ്ങുകയാ. തകർച്ച അനുഭവിക്കുന്ന ചില കരങ്ങളിനകത്ത് ഞാൻ കാണുന്നു. അടുത്ത എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ഇല്ലാതെ കറങ്ങുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിന്റെ പ്ലാൻ അടഞ്ഞുവെന്ന് നിനക്ക് തോന്നും, നിന്റെ പദ്ധതികൾ തീർന്നുവെന്ന് തോന്നും. നിന്നെ ഇരുത്തിയേക്കുന്ന പ്ലേസിൽ അടഞ്ഞവരുടെ ഇടയിൽ, പദ്ധതികളെല്ലാം പരാജയപ്പെട്ടവരുടെ ഇടയിലായിരിക്കാം നീ ഇരിക്കുന്നത്. പക്ഷേ നീ ഉറങ്ങുമ്പോൾ നിന്റെ മുമ്പിൽ ഒരു ദൈവ പദ്ധതിയുമായി, അസാധാരണ കരവുമായി ഇന്ന് പകൽ നിന്റെ മുമ്പിൽ ഇറങ്ങുന്ന ഒരു ദൈവാത്മാവിന്റെ ശക്തിയുണ്ട്, അധികാരമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു. ആമേൻ. ഈ പ്രാർത്ഥനാ മൂവ്മെന്റിനകത്ത് ചിലർക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ഹേരോദ അധികാരത്തിന്റെ കൈകളെ ഇന്ന് പ്രഭാതത്തിൽ സ്വർഗത്തിന്റെ ദൂതന്മാരിറങ്ങി വെട്ടി മാറ്റുകയാ.
കിഡ്നിയുമായി ബന്ധപ്പെട്ട് അസുഖവും കിഡ്നിയുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന ആമേൻ 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 ചില ഇരുട്ടിന്റെ ശക്തികളുടെ കൈകളെ ഇന്ന് പ്രഭാതത്തിൽ സ്വർഗത്തിന്റെ ആത്മാവ് ഇറങ്ങി വെട്ടി മാറ്റുകയാ. മാറാതിരിക്കുന്ന ചില അമേൻ 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 ഇൻഫെക്ഷനുകൾ, അമേൻ ബ്ലാഡറുകളിൽ ഇൻഫെക്ഷനുകൾ ഉണ്ടായി നിൽക്കുന്നത് യേശുവിന്റെ നാമത്തിൽ. ഹേരോദാ ശക്തിയെ നീ പലരെയും നീ ആക്രമിച്ചായിരിക്കാം, നീ പലർക്കെതിരെയും ഇതേ കരം നീട്ടിക്കാണാം. പക്ഷെ ഇത് സഭയുടെ നായകനായി നിർത്തിയിരിക്കുന്ന സ്വർഗം കണ്ടിരിക്കുന്ന പത്രോസിനെതിരെ നീ എഴുന്നേറ്റാൽ, ഹല്ലേലൂയ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തിനു നേരെയാ നിന്റെ കൈ ഇപ്പോൾ നീണ്ടിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ഹല്ലേലൂയ, ശ്രദ്ധയോടുള്ള പ്രാർത്ഥന. ആമേൻ. ആർക്കും കാണാത്ത, ആർക്കും കിട്ടാത്ത ഒരു മേഖല സ്വർഗത്തിൻ്റെത് ഇതിനകത്ത് ദൈവാത്മാവ് പകരുകയാ ചില കുടുംബത്തിന്റെ മേൽ. ആമേൻ. ഇതിനകത്ത് സ്ഥിരം, ഇതിനകത്ത് ജോയിനായി ശക്തമായി പ്രാർത്ഥിക്കുന്ന ചില കുടുംബത്തിന്റെ മേൽ ചില ബാധകളെ അവൻ അഴിച്ചു മാറ്റുകയാ. ഓ റിബാലക ശംഖലി ബ്രബാ ജഗനഗടക ശാലാബാബാബാ റസാലഗബാബ ജസീർ റാണി. ആമേൻ. പരിശുദ്ധാത്മാവ് മകളെ നിന്റെ മേൽ അധികാരത്തോടെ ഇറങ്ങുകയാ. ചില ഹേരോദ ശക്തികളുടെ പിടി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറുകയാ. ചിലരെ പീഡിപ്പിക്കാൻ പറ്റും, പക്ഷെ നിന്നെ പിടിക്കാൻ കഴിയത്തില്ല. ഒരു അധികാരമുള്ള ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങി നിൽക്കുകയാ. സഭയുടെ ഒരു പ്രാർത്ഥന നിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാ. സഭയുടെ ഒരു പ്രാർത്ഥന നിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാ. യെസ്. ഹല്ലേലൂയ. ആമേൻ. ഹെരോദാവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. വാളുകൊണ്ട് കൊന്നുകളഞ്ഞെന്നാ പറഞ്ഞേക്കുന്നത്. വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. ആമേൻ. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടിട്ട് അവൻ പത്രോസിനെയും പിടിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഒരു കാര്യമുണ്ട്, ആദ്യം മരിച്ച ആള് കൂടെ നിന്ന ആളാ. പത്രോസുമായിട്ട് കൂടെ നിന്ന ആളാ ആദ്യം മരിച്ചത്. ഹല്ലേലൂയ. അടുത്ത ആളാ പത്രോസ്. പിടിച്ചപ്പോഴേ പുള്ളി ആമേൻ ഒരു റിസൾട്ട് മുന്നിൽ കിടക്കുക, തല പോയ റിസൾട്ട്. പിടി വീണപ്പോഴേ പുള്ളി വിചാരിച്ചു ഇതോടുകൂടി കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാന് ചില സമയത്തൊക്കെ നമ്മള് ആമേൻ എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങള് ചുമ്മാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ നല്ല നല്ല പാട്ടുകളുണ്ട്, പക്ഷെ അതൊക്കെ നമ്മൾ സാധാരണ മരണത്തിനാ പാടുന്നത്. സമയാന്തരത്തില് പേർ വിളിക്കുന്നേരം കാണും. ഈ പാട്ടൊക്കെ വെറുതെ പാടുമ്പോൾ അവൻ പറയും ചുമ്മാ തിരിയടേ, വെറുതെ ചുമ്മാ എന്നെ പേടിപ്പിക്കാതിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ പാട്ട് കേൾക്കുമ്പോഴേ പലരുടെയും ചിന്തകളും പെട്ടെന്ന് അവരുടെ ഇമോഷൻസ് ഒക്കെ അങ്ങ് പോവുങ്ങ്. ഏതോ അവൻ കറുത്ത പന്തലിന്റെ കീഴിലോട്ടൊക്കെ അവരങ്ങ് പോകും, വെറുതെ പേടിപ്പിക്കാതിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ചില ഹേരോദ്യ ശക്തികൾ ഇതുപോലെ ചിലത് കേൾപ്പിച്ചോണ്ടിരിക്കുക. അവനോട് പറഞ്ഞാട്ടെ, പേടിപ്പിക്കാതിരിക്കടാ. ഹല്ലേലൂയ. നീ എന്നെ പേടിപ്പിക്കാതിരിക്കെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ആമേൻ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അല്ലെ ഈ പത്രോസിന് ഏറ്റ ഭയങ്കര ഒരു പേടിയാ. തനിക്ക് ഭയങ്കരമായിട്ട് വളരെ നിഷ്കളങ്കനായ മനുഷ്യനാണെന്നേ. ഹല്ലേലൂയ. അവരെ പേടിക്കത്തുള്ളൂ. ആമേൻ. അല്ലാത്തവർക്കൊന്നും വലിയ പേടിയൊന്നുമില്ല. ആമേൻ. നിഷ്കളങ്കരെയാ ദൈവത്തിന് ഭയങ്കര ഇഷ്ടം. ഹല്ലേലൂയ. ആമേൻ. ചിലർ വിചാരിക്കും ഈ ഭയങ്കര ദൈവശക്തിയും ഭയങ്കര കൃപയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കാർക്കും പേടിയില്ല. ചുമ്മാതാ. അവര് പുറമെ ഈ പ്രസംഗിക്കുന്ന ഞാനടക്കം വന്നതിനും ചില സമയത്ത് പേടിക്കേണ്ടടുത്ത് പേടിക്കുക തന്നെ ചെയ്യും. പക്ഷെ ദൈവത്തിന്റെ കൃപയാ. ഒന്ന് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. ചിലയിടത്തൊക്കെ നമ്മൾ പേടിക്കും. ഹല്ലേലൂയ. പക്ഷെ ആ നമ്മൾ പേടിക്കുമ്പോ പേടിക്കാത്തൊരു കരം നമ്മുടെ മേളിൽ വന്ന് നിൽക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിടിച്ച് ആമേൻ ആമേൻ എല്ലാവർക്കും ഇഷ്ടമുള്ള പരിപാടി അടുത്തത് വാള് മിനുക്കി റെഡിയാക്കി ആമേൻ വെച്ചിരിക്കുക. ആമേൻ. എന്നത്തേക്കാ?
ഹല്ലേലൂയ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ യഹൂദന്മാരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹല്ലേലൂയ ഹെരോദാവ് റെഡിയാക്കി വെച്ചിരിക്കുക. പത്രോസിനെയും തടവിൽ സൂക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ എത്ര ചേവകരെ ഏൽപ്പിച്ചേക്കുന്നത്? 4 ചേവകർ. അപ്പൊ ഒരു മനുഷ്യനെ സൂക്ഷിക്കാൻ വേണ്ടി നാല് ചേവകരെ അവിടെ ഏൽപ്പിച്ചേക്കുക. അമ്മ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു നിരൂപതരകാരിയായ പത്രോസിന് വേണ്ടി അമ്മൻ ഇത്രയും വലിയ കാവൽ പടയെ നിർത്തി തടവിലാക്കുക എന്ന് പറഞ്ഞു. അത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുക. കാരണം ഇതൊക്കെ വാളുകൊണ്ട് കൊല്ലുമെങ്കിലും ഹേരോദന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു പേടിയുണ്ട്, എന്തും സംഭവിക്കും. ഹല്ലേലൂയ, നിസാര സംഭവമല്ല ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നിനക്ക് നേരെ കൈ നീട്ടുമ്പം പൈശാചിക മേഖലകൾക്കും വലിയൊരു ഭയമുണ്ട്. എന്തും സംഭവിക്കാൻ പോകുകയാ. അത് കൊട്ടാരക്കരയിൽ എന്തും സംഭവിക്കാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് അടൂരിൽ എന്തും സംഭവിക്കാൻ പോകുകയാ. ഓ റബാല സെഖേറിയാന്തര, നീ വിചാരിക്കും നിനക്കെതിരെയായിരിക്കും അത് നീട്ടപ്പെട്ടത്, പക്ഷേ അത് ദേശങ്ങളിൽ ഹേരോദ അധികാരങ്ങൾക്ക് കീഴിൽ എന്തൊക്കെയോ സംഭവിക്കാൻ വേണ്ടിയാ നിനക്കെതിരെയാ കൈ നീട്ടപ്പെട്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. 4 കൂട്ടത്തെ ഏൽപ്പിച്ചു. ഓർത്തു നോക്കിയ 4 കൂട്ടത്തിനിടയിൽ ഒരു മനുഷ്യൻ നിൽക്കുക. ഇനി എന്നാ ചെയ്യാനാ? കൈ നീട്ടിയവന്റെ അധികാര പരിധിക്കകത്ത് ബ്ലോക്ക് ഉണ്ടാക്കി ഹേരോദാവ് ജനത്തിന്റെ മുമ്പിൽ നിർത്താൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുക. പക്ഷേ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഹേരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ. ഒന്ന് പറഞ്ഞേ, തലേ രാത്രിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക മേഖലകളെ നിങ്ങൾ പ്ലാൻ ചെയ്തതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പേ ഹല്ലേലൂയ കർത്താവിന്റെ ദൂതൻ റെഡിയായി നിൽക്കുക, നിനക്ക് വേണ്ടി അടുത്തൊരു പദ്ധതിയുമായി ഇറങ്ങാൻ വേണ്ടി. ഹല്ലേലൂയ. ചിലര് വിചാരിച്ച് ഇതോടുകൂടി തീർന്നു, പക്ഷെ ഒരു തലേ രാത്രി പത്രോസിന് വേണ്ടി ഇറങ്ങുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി പത്രോസ് 2 ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി. കുറഞ്ഞ പരിപാടിയൊന്നുമല്ല. 4 ചേവകര്, കാവൽക്കാര്, രണ്ടാമത് 1 ചെങ്ങലയല്ല 2 ചെങ്ങലകൾ. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ. നോർത്ത് ഇത്രയും പ്രശ്നത്തിനകത്ത് അടുത്തൊരു പദം അവിടെ എഴുതി വെച്ചേക്കുന്നു. ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് കണ്ണു തുറന്നു ഉറങ്ങാതെ നോക്കിയേ. ഹല്ലേലൂയ, അവൻ ഉറങ്ങുന്നു സൂപ്പറായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നത്തിന്റെ നടുവിൽ പുള്ളിക്കാരൻ കിടന്ന് ഉറങ്ങുക. ഈ ഉറക്കം ഉണ്ടല്ലോ, ഈ ഉറക്കം ദൈവം ചിലരെ ഉണർത്തുന്നതേ ഇല്ല. സൂപ്പർ ഉറക്കം, പ്രശ്നത്തിന്റെ നടുവിൽ ഉറങ്ങുക പുള്ളി. ഇനി അടുത്ത സംഭവങ്ങൾ ഭയങ്കര രസമാണ് കാണുന്നത്. വാതിലിന്റെ മുമ്പിൽ എത്തുമ്പോഴൊക്കെ പുള്ളി ഉറക്കത്തില്ല. ശരിക്കും പറഞ്ഞ പുള്ളി ഇതൊക്കെ ഒരു സ്വപ്നം കാണുന്ന പോലെ. കാരണം പുള്ളിയുടെ പിടി വിട്ടുപോയി. ഇനി ഒരു രാത്രി കൂടെ ഉള്ളൂ. ഈ രാത്രിയൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ പ്രഭാതത്തിൽ, കാരണം എന്റെ കൂടെ നടന്നവന്റെ കൂടെ ശുശ്രൂഷിച്ചവന്റെ തല പോയി, അവൻ രക്ഷപ്പെട്ടില്ല. അപ്പൊ ഇനി അടുത്തത് എന്റെ തലയും ഹേരോദാവിന് ഒരു കളിപ്പാട്ടമായിട്ട് മാറും. സുഖമായിട്ട് കിടന്നുറങ്ങുക. അടുത്ത 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ. ഹല്ലേലൂയ. ചിലരുടെ ലൈഫിൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഞാനൊരു ദൂത് പോലെ പറയുക, എല്ലാം സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ, 2 ചെങ്ങലകളുമായി കെട്ടപ്പെട്ടവനായി ഇരിക്കുമ്പോൾ, നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ അനുവദിക്കാതെ പിടിമുറുക്കി നിൽക്കുമ്പോൾ, സ്വർഗം നിന്റെ മുമ്പിൽ ദൂതന്മാരെ അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവര് മാത്രം ഒന്ന് സ്തോത്രം ചെയ്തേ. സ്വർഗം നിന്റെ മുമ്പിൽ ബെയിൽ നോട്ടീസ് അയക്കുക എന്നല്ല പറഞ്ഞത്.
സ്വർഗം നിന്റെ മുമ്പിൽ ഹല്ലേലൂയ ആമേൻ അടുത്ത ആമേൻ 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 പരാതിയുമായി ആമേൻ കേസിന്റെ ആമേൻ അടുത്ത ആമേൻ ആമേൻ ലെറ്റർ നിന്റെ മുമ്പിൽ എത്തുമെന്നല്ല പറഞ്ഞത്. അടുത്ത ദൂതന്റെ ശബ്ദം നിന്റെ കാതുകളിൽ എത്തത്തക്കവണ്ണം ഹല്ലേലൂയ നിന്നോട് ചേർന്ന് കിടക്കുന്ന ആമേൻ ഹല്ലേലൂയ നിന്നോട് ചേർന്നിരുന്ന് നിന്നെ കാക്കാൻ നിർത്തിയ പടയാളിക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു പ്രകാശം അവിടെ അടിക്കാൻ പോകുകയാ. ഓ റാബാബ ഷാബാബാബ ആമേൻ ഉണർന്നിരിക്കുന്ന പിശാചിക മേഖലകൾക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ നിന്റെ ഉറക്കത്തിനകത്ത് ആമേൻ ദൂതന്മാർ ഇറങ്ങാൻ പോകുകയാ. ഓ റബാല ശംഭരെ റിമനെ അഠറാബ ലഗദഗനഗടഗസി. വിശ്വസിക്കുന്നവർ മാത്രം ഒരു സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നീ അപ്പോയിന്റഡ് ആയി നിൽക്കുന്ന സ്ഥലത്ത് ഹല്ലേലൂയ നിനക്ക് വേണ്ടി ചലനമറ്റ് കിടക്കുന്നിടത്ത് നിനക്ക് വേണ്ടി ചലിക്കുന്ന ചില ദൂതന്മാർ ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഇറങ്ങേണ്ടിടത്ത് ഇറങ്ങാൻ പോകുകയാ. ഓ ശാലാമ റിമനേറി അന്തരാധന ഋതലഘടക സിപരഗതന്. അത് വളരെ സ്ലോയിലല്ല നടക്കാൻ പോകുന്നത്, പെട്ടെന്ന് പെട്ടെന്ന്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, പെട്ടെന്ന് പെട്ടെന്ന്. ആ വാക്കൊന്ന് ആമേൻ ആമേൻ ഒന്ന് വാഗൊണ്ടൊന്ന് പറഞ്ഞാട്ടെ, പെട്ടെന്ന്. ഹല്ലേലൂയ. വെടി പൊട്ടുന്ന പോലെ പറഞ്ഞാട്ടെ, പെട്ടെന്ന്. ഹല്ലേലൂയ ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ചിലത് പെട്ടെന്ന് നടക്കാൻ പോകുകയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തോ, സ്തോത്രം ചെയ്തോ. നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി, സഭയുടെ പ്രാർത്ഥനയുടെ ശ്രദ്ധയുള്ള പ്രാർത്ഥനയുടെ മറുപടി ഹല്ലേലൂയ പെട്ടെന്ന് ചിലരുടെ ഇടയിൽ വലിയ മാറ്റമുണ്ടാക്കുന്ന വഴികൾ തുറക്കാൻ പോകുകയാ. റതലഘടകസി. നീ പേപ്പർ കൈമാറി, പക്ഷെ ഇതുവരെ നിനക്കൊരു കോളിംഗ് വന്നിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മ പറയുക, പെട്ടെന്ന് നിനക്ക് വേണ്ടി ഒരു ഫോൺ കോൾ വരാൻ പോകുക. വിശ്വസിച്ചോ വിശ്വസിച്ചോ. വിശ്വസിക്കുന്നവർ അധരം തുറന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. പെട്ടെന്ന് 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 അപ്പോസ്തല പ്രവൃത്തിയിൽ ആമേൻ 50-ാം നാളിൽ അവരെല്ലാം ഒരുമിച്ച് ഇങ്ങനെ കൂടി ഒരു മാളിക മുറിക്കകത്തിരുന്നപ്പോൾ ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് സഡൻലി ഒരു ചേഞ്ച് ഉണ്ടായി. പ്രാർത്ഥനയ്ക്കകത്ത് പെട്ടെന്ന് ചിലത് നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സൂം മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവദാസിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ, ഈ മാർച്ച് മാസം പെട്ടെന്ന് ചിലത് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുകയാണ്. പെട്ടെന്ന് ഒരു ഉണർവ് അയക്കാൻ പോകുകയാണ്. ധരാധന കാലഴുകി നിൽക്കുന്നത് പോലെ എന്നെ ഒരു കാഴ്ച കാണുന്നു. കാല് ആമേൻ ഹാനം ഒരു കാല് മൊത്തത്തിൽ അഴുകി നിൽക്കുന്നത് പോലെ പാമ്പിന്റെ ശക്തികൾ പിടിക്കപ്പെട്ട് ആമേൻ ആമേൻ വ്രണങ്ങൾ നിറഞ്ഞ ചിലരെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കുന്നു. ഒരു ഏറിയ മൊത്തം പെട്ടെന്ന് ഇളകി വരിക. ഒരു പട്ടണം മൊത്തം പെട്ടെന്ന് ചിലരെ നീ ഒരാൾക്ക് നേരെ കൈ നീട്ടിയെങ്കിൽ നിനക്ക് നേരെ നീട്ടിയ കൈ അമൻ രാജ്യങ്ങളെ തുറക്കുന്ന കൈ. യെസ്, പെട്ടെന്ന് 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 ചില വിസകൾ റെഡിയാവുക, ചില പാസ്പോർട്ടിനകത്ത് പെട്ടെന്ന് ചില സീലുകൾ വരിക യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയത്തില്ല, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയാൻ പറ്റും. ഒരാൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ചിലപ്പം ചില രാജ്യത്ത് പോയിട്ട് വരേണ്ടി വരും. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒറ്റ കുടുംബത്തിന് വേണ്ടി പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഇത് ബിസിനസ്സുകാർക്ക് മാത്രമല്ല നടക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഭയങ്കര രസകരമായ കാര്യങ്ങളാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് ആമേൻ ഈ പ്രഭാതത്തിൽ ഇറങ്ങിയ ദൂതന് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ദൂതം വരുമ്പോഴേ ഹെരോദാവേ, നിന്റെ കൈയുടെ അധികാരത്തിന്റെ ചെങ്ങല പത്രോസിന്റെ കയ്യിൽ നിന്ന് അഴിയാൻ പോകുകയാണ്. 2 ചെങ്ങല അഴിഞ്ഞെന്നാ പറഞ്ഞേക്കുന്നത്. ഒരു ചെങ്ങല അഴിഞ്ഞാൽ മറ്റേ ചെങ്ങല അതിനെ പിടിക്കും. ആമേൻ. അങ്ങനെ ചിലരെ ഇന്ന് പ്രഭാതത്തിൽ ഹാലല് ഒരു ബ്ലോക്ക് മാറിയാൽ അടുത്ത ബ്ലോക്ക് നിന്നെ ഇടുമെന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുന്നത്, രണ്ടും അഴിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പദ്ധതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ചില തലമുറയ്ക്ക് നേരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില ചെങ്ങലകൾ
ഒരു ഏറിയയിൽ നിന്ന് അവൻ അഴിഞ്ഞു വരുമ്പോൾ അടുത്ത ഏറിയയിൽ അവനെ കുരുക്കി കളയുവാൻ നിർത്തിയിരിക്കുന്ന ചില പൈശാചിക തലങ്ങളെ അതരാ ലഗലഗടക ശംഭിരിബിരി രഗജഗദരഗടകസി. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ഈ പ്രഭാതത്തിൽ ചില ചെങ്ങലകൾ അഴിയപ്പെടുകയാ, ചെങ്ങലകൾ അഴിയപ്പെടുകയാ. റദരഗടകസി അന്തര പ്രഭാജകന ഹടഗജലഗടകസി. ഹല്ലേലൂയ. ലഹരി മരുന്നിന്റെ ഉപയോഗം, ഹല്ലേലൂയ, ലഹരി മരുന്നിന്റെ ഉപയോഗം ആ ചെങ്ങല അഴിയുമ്പോൾ ചില ബന്ധങ്ങൾ അവനെ കുരുക്കിയിട്ടിരിക്കുന്നു. അടുത്ത ചിലത് ഇത് രണ്ടും ഒരുപോലെ അഴിയുക, ദൂതൻ ഇറങ്ങി അഴിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയാം ഇത് ചിലരുടെ മേൽ, ഞാനിത് ആരുടെ പേര് വിളിച്ചു പറയുന്നില്ല. അവർ ഈ ദൂതനെ ഏറ്റെടുത്തോ. എന്റെ തലമുറയ്ക്ക് നേരെ എഴുന്നേറ്റ ചിലത് യേശുവിന്റെ നാമത്തിൽ കൂട്ടപ്പെട്ട ജീവിതം തകർച്ചയിൽ കിടക്കുന്ന രണ്ട് ചെങ്ങലകളെ ഞാൻ അഴിക്കുക യേശുവിന്റെ നാമത്തിൽ. ഓ റിബാലാബ ശാന്തലാബാബ റുഖാബാലാബാബ. ചെങ്ങലകൾ കൈമേലിൽ നിന്ന് വീണു. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെ? 7-ാമത്തെ വാക്യത്തിൽ ചെങ്ങല അവന്റെ കയ്യിൽ നിന്ന് വീണുപോയി. അപ്പൊ മുറുക്കി വലിച്ചു കെട്ടിയ ചിലത് വീഴാൻ പോകുകയാ. പത്രോസ് എഴുന്നേക്കാൻ പോകുകയാ. ഹല്ലേലൂയ. നിന്നെ വീഴ്ത്തിയതിന്റെ മുമ്പിൽ അത് വീഴാൻ പോകുകയാ. നീ എഴുന്നേക്കാൻ പോകുകയാ. ഹല്ലേലൂയ. നീ എഴുന്നേക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ദൂതൻ അവനോട് അരികെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, 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 ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. 9-ാമത്തെ വാക്യം. അവൻ പിന്നാലെ ചെന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് എന്ത് കാര്യം പറയുന്നോ അത് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിന്റെ മുമ്പിലെ എല്ലാ ബ്ലോക്കും മാറാൻ പോവാം. ഞാൻ ചിലരോട് പറയും, യേശു എന്ത് പറഞ്ഞിരിക്കുന്നോ വിടുതൽ കിട്ടും, അതൊക്കെയാ. പക്ഷെ ആ വിടുതൽ നിന്നെ ഫോളോ ചെയ്ത് കണ്ടിന്യൂസ്ലി ദൈവപദ്ധതിയിലോട്ട് നീ വരണോ? യേശു പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യാൻ നീ റെഡി ആയിരിക്കണം. ചിലരോട് പറയും സ്നാനപ്പെടാൻ പറയും. അവർ പറയും കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ, ആന്റി കുറച്ചുകൂടെ ഒന്ന് വിടുതലാകട്ടെ. നോ, സഡൻലി പെട്ടെന്ന് നീ ചില കാര്യങ്ങൾ തീരുമാനമെടുത്തോണം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്. ഞങ്ങളുടെ ആമേൻ എന്റെ വീട്ടിൽ വന്നൊരു ദേവദാസൻ പറഞ്ഞതാ. ആ ദേവദാസന്റെ ആമേൻ മിനിസ്ട്രിയിൽ ആദ്യത്തെ ഒരു ചേഞ്ച് ഉണ്ടാക്കിയത് ഒരു അച്ചായന. അച്ചായൻ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇട്ടോണ്ടിരിക്കുന്ന ഡ്രസ്സോട് കൂടിയായിരിക്കും വരുന്നത്. ആ കടയിൽ വരെ പോട്ടെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും പുള്ളി ഇറങ്ങി വരുന്നത്. പ്രാർത്ഥനയ്ക്ക് വരുന്നതാ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം വന്നപ്പം അപ്പൊ വീട്ടുകാരെ കളിപ്പിച്ചൊക്കെ അച്ചായൻ ഇറങ്ങി വരുന്നുണ്ട്. ഒരു ദിവസം വന്നപ്പം അച്ചായൻ പറഞ്ഞു, എനിക്കിന്ന് സ്നാനപ്പെടണം പാസ്റ്ററെ. പാസ്റ്റർ പറഞ്ഞു, ഇത് പെട്ടെന്ന് എങ്ങനെ? എനിക്ക് സ്നാനപ്പെടണം. ആമേൻ. ഇത് ആളിന്റെ പറച്ചിൽ കേട്ടപ്പോഴേ പരിശുദ്ധാത്മാവ് അകത്ത് നിയോഗം കിട്ടിയ പാസ്റ്റർ പറഞ്ഞു, ഓക്കെ അച്ഛാ, വേറൊന്നും നോക്കണ്ട, സ്നാനപ്പെടാന്ന് പറഞ്ഞു. അച്ചായനെ കൊണ്ട് സ്നാനപ്പെടുത്തി ഡ്രസ്സ് മാറി. അടുത്ത ഡ്രസ്സ് ഇട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഒരു കടയിൽ പോയാൽ നിങ്ങൾ എവിടുന്ന ഈ ഡ്രസ്സ് മാറിയിട്ട് വരുന്നതെന്ന്. ഉടനെ ആന്റി ചോദിക്കുക. പുള്ളി അത് ശ്രദ്ധിച്ചില്ല. ആ ആവേശത്തിൽ ഇങ്ങനെ ചാടി കയറി ഇങ്ങ് പോന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് അങ്ങ് സംഭവിച്ചു. ആമേൻ. ചോദിച്ചു കഴിഞ്ഞപ്പം അതുവരെ പേടിച്ച് അച്ഛൻ പറഞ്ഞു, എന്റെ ലൈഫൊക്കെ അങ്ങനെ അങ്ങ് മാറാൻ പോവാന്ന് പറഞ്ഞു. ആന്റി ഞെട്ടിപ്പോയി. ഇതെന്നാ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ആ ഒറ്റ പറച്ചിലിനകത്ത് ആന്റി ചോദിച്ചു, നിങ്ങളെ ആരാ ഇങ്ങനെ മാറ്റിയെന്ന് ചോദിച്ചു. അതുവരെ ഒരക്ഷരം മിണ്ടാത്ത അച്ഛൻ പറഞ്ഞു, ദാ അപ്പുറത്തെ പാസ്റ്ററാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ആ കുടുംബം സന്തോഷത്തോടെ, ഹല്ലേലൂയ, ഒളിഞ്ഞു പോയതൊക്കെ ചിലത് ധൈര്യത്തോടെ പറയണമെങ്കിൽ കർത്താവ് പറഞ്ഞത് കേൾക്കാൻ റെഡി ആയിക്കോണം. നിന്നെ ധൈര്യമായിട്ട് ആ വീടിനകത്ത് നിർത്തും. നിന്നെ ധൈര്യമായിട്ട് ആ വീടിനകത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കർത്താവ് നിന്റെ അകത്ത് ബലം തരും. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും സാധാരണ ഒരു വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നത് മാത്രമല്ല ഉള്ളോ, സ്ഥിരം ഞാൻ വെള്ളം കോരി ഒഴിച്ച് കുളിക്കുകയും മുങ്ങുകയൊക്കെ ചെയ്യുന്നില്ല. നോ. ഇത് ആത്മമണ്ഡലത്തിൽ ചിലത് ചെയ്യുകയാ. ഒരു സ്നാനം കൊണ്ട് ആത്മമണ്ഡലത്തിൽ ചില മാറ്റം ഉണ്ടാവുകയാ. ചിലതിന്റെ വായ അടയ്ക്കുകയും
ചില മേഖലകളിൽ വാ തുറക്കാനും ദൈവം നിന്നെ ബലമായിട്ട് നിർത്തുന്നതാ ദൈവത്തിന്റെ പദ്ധതി. യേശുവിന്റെ നാമത്തിലുള്ള ആമേൻ ഈ കൽപ്പനയ്ക്കകത്ത് വലിയ ദൈവ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പത്രോസിന്റെ കൈക്കകത്തെ ചെങ്ങല വീണുപോയി. ഹല്ലേലൂയ. ആമേൻ. 10-ാമത്തെ വാക്യത്തിനകത്ത് ഹല്ലേലൂയ, അവർ ഒന്നാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്നു. ഇരുമ്പുവാതിലുകൾ എത്തി, അത് അവർക്ക് സ്വതമേ തുറന്നു. അപ്പൊ ഈ കഴിഞ്ഞ 2 വാതിലുകള് ആമേൻ അവരുടെ മുമ്പിൽ ദൂതൻ എന്തൊക്കെയോ ചെയ്താ തുറന്നത്. പക്ഷേ പട്ടണത്തിന്റെ ഏറ്റവും വലിയ വാതില് ദൂതൻ പോലും ഒന്നും ചെയ്യേണ്ട വന്നില്ല, ഇവര് നിന്നതേ ഉള്ളൂ. ആമേൻ. ഈ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് ആമേൻ ഞാൻ പറയട്ടെ, പണ്ടൊക്കെ നമ്മൾ താക്കോലും ഒക്കെ ആയിട്ട് നടക്കണമായിരുന്നു. കയ്യിലൊരു വലിയ താക്കോല് പലപ്പോഴും ആ വീട്ടിലെ അമ്മച്ചിയുടെ കയ്യിലായിരിക്കും. അത് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. ആമേൻ. ചിലരത് അമ്മച്ചി ഒന്ന് തീരാൻ നോക്കിയിരിക്കരുത് ആ താക്കോൽ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി. ഇതും കെട്ടി അമ്മച്ചിയുടെ വിചാരം മൊത്തം ആ താക്കോലത്തെ. ഞങ്ങളുടെ ഇവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി ഇതുപോലെ വലിയ അലമാരിക്കകത്തെല്ലാം പൂട്ടി വെച്ച്. പക്ഷെ അമ്മച്ചിയുടെ കൊച്ചുമക്കള് അതിനേക്കാളും ബിരുദന്മാരായിരുന്നു. അവന്മാരെ അലമാരിയുടെ പുറകിൽ കൂടെ ഒരു ഡോർ ഉണ്ടാക്കി മൊത്തം സാധനം എടുത്തു. അമ്മച്ചിയുടെ വിചാരം സകല സാധനം അതിനകത്തുണ്ടെന്നാ. ഈ ലോക്കൊക്കെ പൂട്ടി വെച്ചിരിക്കുന്ന പിശാചിന് ഭയങ്കര ധാരണ ഇതെല്ലാം എന്റെ കയ്യിൽ ഇരിക്കുകയെന്നാ. ഹല്ലേലൂയ. അതേത് ഇരുമ്പ് വാതിലാന്നേലും ദൈവപ്രവർത്തിയുടെ മുമ്പിൽ അത് സ്വതമേ തുറന്നേ പറ്റൂ. ഹല്ലേലൂയ. അത് പറഞ്ഞതുപോലെ പത്രോസും ആമേൻ ദൂതനും കൂടെ ഇറങ്ങി വന്ന് നിൽക്കുമ്പം ഇവിടെ താക്കോലൊന്നും എടുത്ത് തുറക്കേണ്ടി വന്നില്ല. കർത്താവ് ആ ഡോറിന്റെ സിസ്റ്റം അങ്ങ് മാറ്റി. ആമേൻ. സെൻസർ പോലുള്ള ഡോറാക്കി. പത്രോസിനെ കണ്ട ഈ ഡോറ് തുറക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. താക്കോല് വേണ്ട, ചെങ്ങല അഴിക്കണ്ട, താക്കോല് കൈവശമുള്ള ആൾ ഇവിടെ വരണ്ട. നിന്റെ മുഖം കണ്ടാൽ, ഓ എത്ര പേര് ഇതിനകത്ത് ശുശ്രൂഷകരുണ്ടോ, അവരൊരു രാമയം പറഞ്ഞേ. ഹല്ലേലൂയ. ഇവിടെ വലിയ ശാസന വേണ്ട, ഇവിടെ വലിയ ഫൽസനയൊന്നും വേണ്ട. ആമേൻ. ആമേൻ തുറക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നീ കേറി നിൽക്കുമ്പോഴേ സ്വതമേ ചില വീടിനകത്ത് ദുരാത്മ കെട്ടുകൾ അഴിഞ്ഞു തുറക്കാൻ പോകുകയാ. ഇരുമ്പ് വാതിൽ എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം ഏറ്റവും ബലമുള്ളതെന്ന് പറയുന്നത്, ഏറ്റവും ബലമുള്ള കാഴ്ച കാണിക്കുന്നത്, ആമേൻ തുറക്കണമെങ്കിൽ 4-5 ആൾക്കാരുടെ ബലമില്ലാതെ പറ്റത്തില്ലെന്ന് പറയുന്നത്. ഒരിക്കൽ യേശു ചെന്നിട്ട് ഒരു മനുഷ്യനോട് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു ലെഗ്യോന. ഹല്ലേലൂയ. ഞങ്ങളൊരു വലിയൊരു കൂട്ടമാ. കർത്താവ് പറഞ്ഞു, ഇവനെ വിട്ടങ്ങ് പൊക്കോ. നിങ്ങൾ എത്ര പേരുണ്ടെങ്കിലും അത്രയും പേര് ഇവിടുന്ന് വിട്ടുപൊക്കോ. ഹല്ലേലൂയ. സ്വതമേ ചില വാതിലുകൾ ചിലർക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. അടച്ച പൈശാചിക തലങ്ങൾക്ക് മുറുകെ പിടിച്ചു വെക്കാൻ പറ്റാത്തതുപോലെ ദൈവപദ്ധതിയുടെ വാതിൽ നിന്റെ മുമ്പിൽ സ്വതമേ തുറക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ തലയ്ക്കുമേലെ കരമുയർത്തിയിട്ട് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. എന്റെ മുഖത്തിനകത്ത്, എന്റെ ശരീരത്തിനകത്ത്, ആമേൻ, എന്റെ ആത്മമണ്ഡലത്തിൽ ഞാൻ ഇതുപോലെ സ്വതമേ ചിലത് തുറക്കുന്നത് കാണുക. സ്വതമേ ചിലത് തുറക്കുന്നത് കാണാൻ പോകുകയാ. ഇതിനകത്ത് ജോയിൻ ആയിരിക്കും അഭിഷക്തന്മാരെ, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഹല്ലേലൂയ, സ്വതമേ ചിലത് ആമേൻ കഴിഞ്ഞ നാളുകളിൽ നീ ബുദ്ധിമുട്ടി തുറന്നതൊക്കെ ആമേൻ ഈ ദിവസങ്ങളിൽ സ്വതമേ ചിലത് തുറക്കാൻ പോകുകയാ. അറഗന റിമനദന വടഗജഗദന ബേരിഗ രഗനഗ ശംധേരിയൽ ബരഗജഗദന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ 10-11 വാക്യങ്ങൾ ആമേൻ ഒരാൾ ശബ്ദമുയർത്തി വായിച്ചേ. 10-11 വാക്യങ്ങൾ. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിലേക്കുള്ള വാതിൽക്കലെത്തി, അതവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടൻ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു. Praise the Lord. Hallelujah. പത്രോസിന് സുബോധം വന്നു. ഹല്ലേലൂയ.
വേദപുസ്തകത്തിൽ ഇങ്ങനെ ചിലരുടെയൊക്കെ സുബോധം വരുമ്പോഴാ അവരറിയുന്ന ഞാൻ രക്ഷപ്പെട്ടെന്ന്. ഹാലേലുയ, ഹാലേലുയ. ചിലരൊക്കെ പെട്ടെന്ന് ഭയങ്കര തീരുമാനങ്ങൾ എടുക്കും. ഇതിവിടെ കൊണ്ടങ്ങ് നിർത്തിയേക്കാം, ഇനി മരിച്ചു പോകും, ഇനി എല്ലാം കഴിഞ്ഞു, എന്നെ കൊണ്ട് നടക്കത്തില്ല. ഹല്ലേലൂയ. പത്രോസിന് ഒരു കാര്യം മനസ്സിലായി. ഞാൻ പട്ടണവും കടന്നു, തെരുവും കടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത എഴുതിയിരിക്കുക, ഹേരോദാവിന്റെ കയ്യിൽ നിന്നും. എത്ര പേര് ഇത് മനസ്സിലാക്കുന്ന ഒരു സ്തോത്രം ചെയ്തേ. പട്ടണം നീ കടക്കും, തെരുവും കടക്കും, ഹേരോദാവിന്റെ കയ്യിൽ നിന്നും, ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും. ചില അയൽവാസികൾ ഭയങ്കര പ്രതീക്ഷയോടാ നിന്നെ കാണുന്നത്. അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം നിനക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം. ഹാലലുയ. ചില ബന്ധുക്കളൊക്കെ പറഞ്ഞു വെച്ചേക്കുക, ഹാലലു, അടുത്ത ദിവസം നിനക്ക് എന്നതാ വരാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഹാലേലുയ, ഹാലേലുയ. ഒന്ന് പറഞ്ഞേ. ഹേരോദാവിന്റെ കയ്യിൽ നിന്നും, ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും. ഹല്ലേലൂയ. അപ്പത്തിന്റെ പെരുന്നാളൊക്കെ ആഘോഷിച്ചിട്ട് അടുത്ത ദിവസം ഒരു സർഗസിന് പോകാമെന്നുള്ള രീതിയിലുള്ള ഭാവത്തിൽ ഇരിക്കുക. ഒരു അഭിഷക്തന്റെ തല വീഴുന്നത് അത്ര വലിയ ആഘോഷമാണെന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ സ്വർഗം ചില വാതിലുകൾ അങ്ങ് തുറക്കുകയാ. നീയല്ല ഹല്ലേലൂയ വീഴാൻ പോകുന്നത്. ഹല്ലേലൂയ. നീയല്ല തടയപ്പെടാൻ പോകുന്നത്. നിനക്കെതിരെ നിന്നതിന്റെ മുമ്പിൽ നിന്നെ ദൈവം ബലത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ഹല്ലേലൂയ. ചിലർ ഇതിനകത്ത് പുറത്തു വരാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ക്യാൻസറിനകത്തുനിന്ന് നീ പുറത്തു വരാൻ പോകുകയാ. ഡയബറ്റീസിനകത്തുനിന്ന് നീ പുറത്തു വരാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ. അസ്ഥിയുമായി ബന്ധപ്പെട്ട് ജോയിന്റുകളിൽ അസ്ഥിയുമായി ബന്ധപ്പെട്ട് തകർച്ച അനുഭവിച്ച് ചിലർ ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ പോകുകയാ. 6 വർഷമായി നീ ഇതിനകത്ത് കിടന്ന് കുടുങ്ങിക്കിടക്കുകയാ. പരിശുദ്ധാത്മാവനോട് പറയും, നീ പുറത്തു വരേണ്ട സമയമായിരിക്കുക. ഭയങ്കര ഡെലിവറൻസ് ചിലരുടെ തോളിനകത്ത് സംഭവിക്കുക. ഭയങ്കര ഡെലിവറൻസ് സംഭവിക്കുക യേശുവിന്റെ നാമത്തിൽ. നട്ടലുമായി ബന്ധപ്പെട്ട് തോളിനകത്ത് ഭയങ്കര പെയിൻ ആയിട്ട് നിൽക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. പലതും നീ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും നിനക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല. പക്ഷെ ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വർഗത്തിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിനകത്ത് ഒരു വലിയ മാറ്റം സംഭവിക്കുക. ചില നേർവുകളെ പരിശുദ്ധാത്മാവ് കയറി തൊടുക. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അവിടുത്തെ സൗഖ്യത്തിന്റെ കരം വീഴട്ടെ യേശുവിന്റെ നാമത്തിൽ ഭവിക്കട്ടെ. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന സഭയുടെ മുമ്പിൽ ഈ അധികാരങ്ങളൊക്കെ മാറി നിൽക്കട്ടെ. പ്രതീക്ഷകൾ, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ആരൊക്കെ പ്രതീക്ഷിച്ചാലും നടക്കത്തില്ല. എന്റെ ദൈവത്തിന്റെ പ്രതീക്ഷയെ നടക്കത്തുള്ളൂ. ഒന്ന് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തമേ നടക്കത്തുള്ളൂ. മറ്റാരുടെയും പ്ലാനുകൾ നടക്കത്തില്ല. എന്റെ ദൈവത്തിന്റെ പ്ലാനേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്ലാനിന് ചലിക്കാൻ കഴിയാത്തതുപോലെ എന്റെ മേൽ വ്യാപരിക്കുന്ന ഒന്നുണ്ട്. നിങ്ങളൊന്ന് ഓർക്കണം. അതിന് വാക്കുകൾ കൊണ്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയായി പുള്ളി. ഹല്ലേലൂയ. നമ്മൾ ഈ ഇരിക്കുന്ന പ്രഭാതത്തിൽ കോഴി കൂവുന്നതിന് മുമ്പേ പുള്ളി ആരാണെന്ന് തെളിയിച്ച മനുഷ്യനാ. ഹല്ലേലൂയ. പുള്ളി ഏത് ബലഹീനത കിടക്കുന്നവനാണെന്ന് തെളിയിച്ച മനുഷ്യനാ. പക്ഷെ യേശു പറഞ്ഞു, നിന്നെ ഞാൻ എഴുന്നേൽപ്പിച്ചു നിർത്തും.
ഒരു അത്യന്ത ശക്തി നിന്റെ മേൽ വരും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കുഴപ്പങ്ങളൊക്കെ കർത്താവിന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. നിങ്ങൾ കാരാഗ്രഹത്തിലും കിടന്ന് ഉറങ്ങുമെന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ സ്വർഗത്തിന് വലിയൊരു ഇഷ്ടമുണ്ട് നിന്നെ ഒരു സഭയാക്കാൻ വേണ്ടി, നിന്നെ ഒരു സഭയാക്കാൻ വേണ്ടി. ഓ, ആ നിയോഗം കിട്ടിയ നീ ഉറങ്ങിക്കോ, പക്ഷെ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ആമേൻ, ഹല്ലേലൂയ. അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വെറുതെ മീനെ പിടിക്കുന്നവനല്ല, മനുഷ്യരെ പിടിക്കുന്നവനായി മാറാൻ പോകുകയാ. നിന്റെ മേൽ ഒരു അസാധാരണ ദൈവത്തിന്റെ വാഗ്ദത്തം കിടപ്പുണ്ട്. ഓ ഹോ ഹോ. ഒരു ഹേരോദാവിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഒരു ഹേരോദാവിന്റെ അധികാരത്തിന് നിന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം, ആമേൻ, ഇന്ന് പ്രഭാതത്തിൽ ചില കുടുംബത്തിന്റെ മേൽ അത് ചലിക്കുകയാ, ചില ലോണുകളുടെ മേൽ അത് ചലിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഉറവ ചമന ഹതലഘടകസി. ഈ ഉറവ വറ്റാത്ത ഉറവയായിട്ട് നിന്റെ ദേശത്ത് നിന്നെ നിർത്താൻ വേണ്ടി വറ്റാത്ത ഉറവയായിട്ട് ഈ ആമേൻ ഫെബ്രുവരി മാസത്തിൽ നിന്റെ മുമ്പിൽ വറ്റാത്ത ഉറവയായിട്ട് വെളിപ്പെടാൻ പോകുക. ചില അക്കൗണ്ടുകളിൽ അത് സംഭവിക്കാൻ പോകുക. ഒന്ന് ശക്തമായി പ്രാർത്ഥിച്ചാട്ട്. ചില അക്കൗണ്ടുകളിൽ അത് സംഭവിക്കാൻ പോകുക. വറ്റി വരണ്ട്. ഓ ഹോ ഹോ. ഇന്ന് ആമേൻ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. വറ്റിയതിന്റെ മേൽ പരിശുദ്ധാത്മാവ് തട്ടട്ടെ, തട്ടട്ടെ, തട്ടട്ടെ. ചിലത് ചലഞ്ച് ചെയ്ത് നിന്റെ മുമ്പിൽ നിൽക്കുക, ചലഞ്ച് ചെയ്ത് നിൽക്കുക. ഇന്ന് പ്രഭാതത്തിൽ ആ ചലഞ്ചുകളെ അഴിക്കുക യേശുവിന്റെ നാമത്തിൽ. ചിലത് ആഘോഷമാക്കാൻ വേണ്ടി നീ പരാജയപ്പെട്ടു, നീ ഇല്ലാതായി, ഹല്ലേലൂയ, അത് ആഘോഷിക്കാൻ വേണ്ടി ചിലത് റെഡി ആയിട്ട് നിൽക്കുക. ഈ പ്രഭാതത്തിൽ അതെല്ലാം അഴിയുക. ദൈവത്തിന്റെ കരുണ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. അപ്പോയിന്റഡ് ആയിട്ടുള്ള ദൂതനെ നിന്റെ മുമ്പിൽ അവൻ സ്വർഗം നിർത്തുക. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ചിലരുടെ മുമ്പിൽ അസാധ്യത പറഞ്ഞ ചിലത് തിരിച്ചു വീണ്ടും വരാൻ പോകുക. ചില ആലോചനകൾ വീണ്ടും നിന്നെ കേൾപ്പിക്കുക. അസാധ്യത എന്ന് പറഞ്ഞത് ചില ആലോചനകൾ വീണ്ടും കേൾപ്പിക്കുക. എന്താണെന്നറിയാമോ? നീ ഈ ദേശത്ത് നിന്നേ മതിയാകും. നീ ഈ ദേശത്ത് തമ്പടിച്ചെങ്കിൽ നീ അവിടെ തന്നെ നിന്നേ പറ്റൂ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടിയുള്ള ഹോളുകൾ, നിനക്ക് വേണ്ടിയുള്ള സകല പ്രൊവിഷനുകളും എന്റെ ദൈവത്തിന്റെ ആത്മാവ് പട്ടണങ്ങളിൽ നിന്ന് അമൻ നഗരങ്ങളിലോട്ട് നിന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന ഈ മീറ്റിംഗിന്റെ അടുത്ത തലങ്ങൾ നഗരങ്ങൾ അറിയുന്ന രീതിയിൽ ഞാനത് ശക്തമായി എന്റെ മേലത് ചലിക്കുന്നത് എനിക്കറിയാം. നീ മൂവ് ചെയ്യുക. വീടിനകത്തു നിന്ന് നഗരത്തിലോട്ട് ചലിക്കുന്ന ആത്മബലം ഇറങ്ങുക. യെസ്, വണ്ടർഫുൾ ലോർഡ്, വണ്ടർഫുൾ ലോർഡ്, വണ്ടർഫുൾ ലോർഡ്. ഫ്ലക്സുകൾ, പോസ്റ്ററുകൾ, ഹല്ലേലൂയ, ഹോ ഹോ ഹോ, ശബ്ദബേരിയ പ്രവാചകനഗടകസി. അധികാരമുള്ള തലത്തിലേക്ക് മരിക്കുമെന്ന് പറഞ്ഞിടത്ത് അടുത്ത നഗരത്തിലോട്ട് യേശുവിന്റെ നാമത്തിൽ വായിച്ചാട്ടെ. എന്റെ മുമ്പിൽ സമയം പെട്ടെന്ന് പോകുന്നു. ആമേൻ, ആമേൻ. 12 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചാട്ടെ. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ പടിപ്പു വാതിൽക്കൽ മുട്ടിയപ്പോൾ റോദ എന്നൊരു ബാല്യക്കാരി വിളി കേൾക്കുവാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം അറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി. പത്രോസ് പടിപ്പുരക്കൽ നിൽക്കുന്നുവെന്ന് അറിയിച്ചു. അവർ അവളോട്, നിനക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു. അവളോ, അല്ല, ഉള്ളത് തന്നെ ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുമെന്ന് അവർ പറഞ്ഞു. യെസ്, ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ. എല്ലാരും ചേർന്നൊരു സ്തോത്രം പറഞ്ഞേ. നിങ്ങളുടെ കൈ ഒന്ന് ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഇതിന്റെ 13ാമത്തെ വാക്യം ഞാൻ ഈ പ്രഭാതത്തിൽ ഈ സൂം മീറ്റിങ്ങിനകത്ത് റിലീസ് ചെയ്യുക. ചില രോധമാരെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. ശ്രദ്ധയോടുള്ള പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഇന്ത്യ മൂവിംഗ് പ്രാർത്ഥനയുണ്ട്, കേരള മൂവിംഗ് പ്രാർത്ഥനയുണ്ട്. പക്ഷെ പടിവാതക്കൽ രക്ഷപ്പെട്ടവന്റെ നോയിസ് കേൾക്കാൻ, വോയിസ് കേൾക്കാൻ, ഈ രണ്ട് കാര്യമുണ്ട്. കർത്താവിന്റെ വോയിസ് കേൾക്കുന്നുണ്ട്.
പക്ഷെ ഈ വോയിസിനെതിരെ ചലിക്കുന്ന നോയിസ് കൂടെ കേൾക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉറക്കത്തിലാന്ന് തോന്നുന്നു ചിലരൊക്കെ. വോയിസ് കേൾക്കണം, നോയിസും കേൾക്കണം. ശബ്ദത്തിന് വിരോധമായി ശബ്ദിക്കുന്ന നോയിസ് ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ബ്രേക്ക് ചെയ്ത് വോയിസ് കേൾക്കുന്ന രോധയെ പോലെ ഈ അഭിഷേകത്തിന്റെ കൈമാറ്റം ആമേൻ ബീന ആമേൻ ആമേൻ സഹോദരിയുടെ മേൽ, ആ അഭിഷക്തയുടെ മേൽ ഇത് വ്യാപരിക്കുക. വോയിസ് കേൾക്കാൻ, വോയിസ് കേൾക്കാൻ. ഞാൻ നോയിസ് കേൾക്കുന്നവളല്ല, വോയിസ് കേൾക്കുന്നവളാ. പ്രാർത്ഥിക്കുന്നവർ ഒത്തിരി പേരുണ്ട്, അവര് നോയിസ് കേൾക്കുന്നുണ്ട്. എന്താ നടക്കുന്നത്? പ്രശ്നമാണ്, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, തൊടുന്നത് പ്രശ്നം. നീ പറയുന്നത് അവർക്ക് കേൾക്കത്തില്ല, മനസ്സിലാകത്തില്ല. പക്ഷെ നീ വോയിസ് കേട്ടവളാ. യെസ്, പീറ്ററിന്റെ വോയിസ് കേട്ടവർ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ ഒരുക്കുകയാ. നോയിസ് അല്ല, ഞങ്ങൾ വോയിസാ കേൾക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബദൽ മാത്യു എന്ന് പറയുന്ന അക്കൗണ്ടിലിരിക്കുന്ന ദൈവപുരുഷനോട് കർത്താവിനോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ വോയിസ് കേൾക്കാൻ പോകുകയാ. നോയിസ് അല്ല, വോയിസ് കേൾക്കാൻ പോകുകയാ. ചിലർ ഇറങ്ങിത്തിരിച്ചു, അവർ നോയിസിന്റെ മുമ്പിൽ സ്ട്രക്കായി നിൽക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് ചിലരെ വോയിസ് കേൾപ്പിക്കാൻ പോകുകയാ. ഹെവൻലി വോയിസ് കേൾപ്പിക്കാൻ പോകുകയാ. ദൈവ ശബ്ദം, സ്വർഗത്തിന്റെ ശബ്ദം. റെഡി ആയിക്കോ, റെഡി ആയിക്കോ, റെഡി ആയിക്കോ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ചിലത് വോയിസായി മാറാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യുഎസിൽ നിന്ന് കണക്ട് ആയിരിക്കുന്ന ഫാമിലിയോട് പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, തലമുറയ്ക്കകത്തൊരു വോയിസ് പരിശുദ്ധാത്മാവ് സെറ്റ് ചെയ്യുകയാ. രാജ്യങ്ങളുടെ മേലുള്ള ദൈവ ശബ്ദം റിലീസ് ചെയ്യുവാൻ, രാജ്യങ്ങളുടെ മേലുള്ള ദൈവ പദ്ധതി റിലീസ് ചെയ്യുവാൻ തലമുറയുടെ മേൽ വോയിസ് ദൈവത്തിന്റെ ആത്മാവ് അയക്കുക. ആർക്കും കേൾക്കാൻ കഴിയാത്ത ഹല്ലേലൂയ ദൈവപുരുഷന്മാരുടെ വോയിസ് നിന്റെ പെരക്കകത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു കാര്യം നീ ഓർത്തോ. ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആമേൻ ആമേൻ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്, ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്, ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഹേരി ബലബബ റബനഗടക ശംഭാരബബബ വലിയ തിരിവ് സംഭവിക്കുക, വലിയ തിരിവ് സംഭവിക്കുക. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചിലരെ തിരിക്കുക, തിരിക്കുക, തിരിക്കുക. ഭാവി മാറുക, ഭാവി മാറുക. ഈ പ്രഭാതത്തിൽ ചിലരുടെ ഭാവി മാറുക, ഭാവി മാറുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നോയിസിനെ നീ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് വോയിസിലോട്ടൊന്ന് കയറിയാട്ട. നോയിസിനെ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് വോയിസിലോട്ടൊന്ന് കയറിയാട്ട. റിമാറ്റല്ല മരക നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചില നോയിസ് ആയിരിക്കാം നീ ഇതുവരെ കേട്ടോണ്ടിരുന്നത്. പക്ഷെ ഒരു മൃദു ശബ്ദം, മൃദു ശബ്ദം. യെസ് 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 യെസ്. കാറ്റുകളുടെയും പാറകൾ പൊടിയുന്നതും ആമേൻ മിന്നൽ പിണറുകളുടെയും ആമേൻ ആമേൻ നോയിസ് നിനക്ക് മൃദശബ്ദത്തെ നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ അത് റീസ്റ്റോർ ചെയ്യുക. ഈ ഫെബ്രുവരി മാസത്തിൽ നീ വോയിസിന്റെ മുമ്പിൽ നിന്റെ മുട്ടുമടക്കിക്കോ. ഞാനിത് പറയുമ്പോൾ ചിലരുടെ കരത്തിനകത്ത് മാത്രമല്ല കാലിനകത്ത് പോലും വലിയ ദൈവശക്തി വ്യാപരിക്കുക, ചലിപ്പിക്കുക, ചലിപ്പിക്കുക. റോസ് മനാഖലാമനം ധിരിബിവി രിഗതലഘടക ശംധിരിബിവി. നഷ്ടപ്പെട്ട പ്രതീക്ഷക്കകത്തോട്ട് ഒരു വോയിസ് വന്നപ്പോൾ അസ്ഥി അസ്ഥിയോട് ചേർന്നു. ഓ ഓ ഓ ഓ ഓ മച്ച പിടിച്ചു, ഞരമ്പുകൾ ഉണ്ടായി. അവർ എഴുന്നേറ്റ് നിന്നു, ഒരു സൈന്യമായി മാറി. യെസ്, യെഹെസ്കേൽ പ്രവചനം അവൻ ഈ മീറ്റിംഗിനകത്ത് ചിലരുടെ സംഭവിക്കാൻ പോകുകയാ. നീ പ്രവചിച്ചു തുടങ്ങിക്കോ, രാത്രിയിൽ എഴുന്നേറ്റ് നീ പ്രവചിച്ചു തുടങ്ങിക്കോ. ഈ ദൂത് ഞാൻ നിങ്ങളോട് പറയുമ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുക. ഈ പ്രഭാതത്തിൽ ഞാനും അത് ഇരുകരം ഉയർത്തി ഞാനത് സ്വീകരിക്കുക. നോയിസുകൾ മാറി വോയിസിനകത്ത് ചിലത് പ്രിപ്പയർ ആകാൻ പോകുകയാ.
ഗ്രേസ് എബ്രഹാം അടൂർ എന്ന ഡിവൈസിനകത്തിരിക്കുന്ന ചേനോടും ആന്റിയോടും കർത്താവ് പറയുക, ആമേൻ, ഈ ദിവസങ്ങളിൽ ദൈവശബ്ദം കേൾക്കാൻ റെഡി ആയിക്കോ. ആമേൻ, ദൈവത്തിന്റെ ശബ്ദം കിടക്കയിൽ, ദൈവശബ്ദം ചിലത് വചനമായിട്ട്, ആമേൻ, നോയ്സ് മാറി വോയിസ് കേൾക്കാൻ പോകുകയാ. അത് അനേകർക്ക് കൈമാറുന്ന വോയിസ് ആയി മാറാൻ പോകുകയാ. അൽമറസ് പരാജന ഘടക ദുരികമണ ധരകല ഘടക സന്ധരാല ലോൻസോറിയന്തര ജനാദല ബലഗദല ഘടകസി ഇതിനകത്ത് ഒത്തിരി മാത്യു എന്ന പേരുമായി, രണ്ടാമത്തെ പേര് മാത്യുവുമായി നിൽക്കുന്ന ആമേൻ 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 ആളുകളോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിങ്ങളൊരു ഭയങ്കരൻ ആമേൻ വോയിസ് കേൾക്കാൻ റെഡി ആയിക്കോ. കർത്താവ് നിങ്ങളെ നിറയ്ക്കാൻ പോകുക. ഒന്നിലധികം പേരുടെ മേൽ ഇത് സംഭവിക്കാൻ പോകുക. ഒന്നിലധികം പേരുടെ മേൽ ഇത് സംഭവിക്കുക. സർവൈവ് ചെയ്ത് നീ നടന്നത് മതി. ഇന്ന് പകൽ വോയിസിനകത്ത് നിനക്കുള്ളത് ദൈവം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഠിനപ്പെട്ട് വേദനപ്പെട്ട് നീ ഓടി നടന്നത് മതി. വോയിസിനകത്ത് അത് ചെയ്യാൻ പോകുകയാ. ആമേൻ. വേഗത്തില് എന്റെ മുമ്പിൽ സമയം ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ആമേൻ. ആ 14-15 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചാണ്. 14-15 വാക്യങ്ങൾ. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ അവളോട് എനിക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നുവെന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതിരിക്കുവാൻ അവളോട് ആംഗ്യം കാട്ടി. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും സഹോദരന്മാരോടും അറിയിക്കുവിൻ എന്ന് പറഞ്ഞു. പിന്നെ അവർ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. ഇപ്പൊ ഇവ കൃത്യമായ വോയിസ് കേട്ട ഒരാൾ ആരാന്നറിയാമോ? രോധയാ. ഹല്ലേലൂയ. ചിലര് പറഞ്ഞു ഈ വോയിസ് അവന്റേതല്ല, ദൂതനായിരിക്കാം. ആമേൻ. ചിലരെ ദൈവം പടിവാതക്കൽ നിർത്തിയിരിക്കുക. ഉണർവിന്റെ പടിവാതക്കൽ നിന്നെ നിർത്തിയിരിക്കുക എന്ന് ബോധ്യമുള്ളവർ മാത്രം ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അവർക്ക് മാത്രമേ ഈ വോയിസ് കേൾക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് വെറും ചെറിയ പരിപാടി, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയല്ല. നീ മിണ്ടാതിരിക്കെ. നീ ഇവിടെ ശുശ്രൂഷിക്കുകയൊന്നും വേണ്ട. നീ മിണ്ടാതിരിക്കെ. വോയിസ് കേട്ടവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വോയിസ് കേട്ടവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. വോയിസ് കേട്ടവള് പറയാ, പത്രോസ് പടിവാതൊക്കെ വന്ന് നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കേട്ട ദൈവശബ്ദത്തിനകത്ത് ഉറപ്പുണ്ടെന്ന് പറയുന്നവരുണ്ടോ ഇതിനകത്ത്? ഹല്ലേലൂയ. ആ ദൈവശബ്ദം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ 30, 60, 100 മേനിയായിട്ട് നിന്നെ ഉയർത്താൻ പോകുകയാ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ റിബാലഗ ശാന്തര മന പ്രഭ ജഗനഗടഗസി. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഈ ദൂത് നിങ്ങളുടെ മേൽ കൈമാറുമ്പോൾ ആമേൻ, കർത്താവിന്റെ അകത്ത് ഇങ്ങനെ ഒരു വാക്കുകൂടെ സെറ്റ് ചെയ്യുക. ഹല്ലേലൂയ. ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില വാർത്തകൾ കേൾക്കുവാൻ, ആമേൻ ആമേൻ, ആ വാർത്ത പബ്ലിഷ് ചെയ്യുവാൻ നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. പ്രഭാ ജഗനഗടഗസി. നീ അവരുടെ മുമ്പിൽ ഒരു സർപ്രൈസ് ആയി മാറാൻ പോകുകയാണ്. ചില ഓഫീസുകളിൽ നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. ചില ജോലി മേഖലകളിൽ നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. ശന്തേരി മാന പ്രഭാ ജഗനഗടക സന്ധേരി അന്തനാഥന. ചില പ്രാർത്ഥനാ മുറികളിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. നഷ്ടപ്പെട്ടു പോയ ചിലതിനെ തിരികെ പിടിക്കാൻ വേണ്ടി ആദ്യത്തെ റിസൾട്ടുമായി നീ നിന്റെ കുടുംബം അതിനകത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ലിബ ഈ ദൈവശബ്ദത്തിനകത്തുള്ള ദൈവശക്തി അതുപോലെ റിലീസ് ചെയ്യുന്നു. റുബലഗരക മനതലഗടക ശന്ധര ബലാധന രക്ഷകേലി അന്തരാധന റംശബേലി. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാ. ആമേൻ. ഇവിടെ ഇപ്പം പത്രോസ് ഇവരുടെ മുമ്പിൽ അടുത്തത് പിന്നെ മിണ്ടുന്നില്ല. പുള്ളി ആംഗ്യം കാണിക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കാൻ. ഹല്ലേലൂയ. ഈ നോയിസ് കേട്ടവർക്ക് ഒത്തിരി പറയാൻ കാണും. അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. അവര് കണ്ടമാനം അങ്ങ് ആലോചിച്ച് കൂട്ടുക. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കണ്ടമാനം ആലോചിച്ച് കൂട്ടുക. ഇവരാലോചിച്ചതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. പത്രോസ് ഒന്നും മിണ്ടാതിരിക്കും. ആമേൻ, ആമേൻ.
കണ്ടമാനം നിന്നോട് നിന്റെ ദൈവശബ്ദത്തിന് വിരോധമായി പറയുന്നവരുടെ മുമ്പിൽ നീ ഇങ്ങനെ കാണിച്ചോണം, നിങ്ങളൊന്നും മിണ്ടാതിരി. ഹല്ലേലൂയ. എന്നെ എന്റെ ദൈവം കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നതാ, എന്നെ എന്റെ ദൈവം വിടിവെച്ച്, ഇത് മാത്രം മതിയെന്നേ, ഇത് മാത്രം മതി. ആമേൻ, ഹല്ലേലൂയ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സാധനമൊന്നും നീ പറയേണ്ട ആവശ്യമില്ല. നിന്നെ ദൈവം വിടിവിച്ച മാത്രം പറഞ്ഞാൽ മതി. നോയിസ് അവിടെ ക്യാൻസൽ ആവും, വോയിസിന്റെ ശക്തി വെളിപ്പെടും. ഓ റബാല. ഞാൻ ഈ വചനം കൺക്ലൂഡ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് എല്ലാവരും എല്ലാ കണ്ണുകളെ അടച്ച് ആ ദൈവശബ്ദം എനിക്കൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വ്യത്യസ്ത തലത്തിൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ചിലരെ പ്രിപ്പയർ ചെയ്തിരിക്കുക. ഹല്ലേലൂയ. എനിക്കിതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ അടുത്തത് വേറൊരു മേഖലയിലോട്ട് കയറാൻ ആഗ്രഹിക്കുക. സമയമുണ്ടെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ വീണ്ടും ആ ഭാഗത്തിലോട്ട് കയറിക്കോണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരവുമായി ബന്ധപ്പെട്ട തലങ്ങളിലോട്ട് കയറിക്കോണം. ഹല്ലേലൂയ. ഒരു വലിയ സെലക്ഷൻ വോയിസിന്റെ മുമ്പിൽ വീഴാൻ പോകുകയാണ്. ചിലരെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. അവന്റെ വോയിസിനകത്ത് ചിലരെ തിരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. അടുത്ത ഭാഗങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ, ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ആടുകൾ പുറത്തു വരാൻ പോകുകയാണ്. യെസ്, ഹല്ലേലൂയ. ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ആടുകൾ പുറത്തു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ വോയിസ് ദൈവത്തിന്റെ വോയിസായി മാറാൻ പോകുകയാണ്. ചില വീടിനകത്ത് എല്ലാം അവസാനിക്കുന്നു, എല്ലാം തീർന്നു, എല്ലാം തകർന്നു എന്ന് പറഞ്ഞു നിൽക്കുമ്പോ നിന്റെ വോയിസ് അവർക്ക് ദൈവത്തിന്റെ വോയിസായി മാറാൻ പോകുകയാണ്. മോശേ നീ ഫറവോന് ദൈവമായി മാറി. ഹല്ലേലൂയ. ഇന്ന് തലയില് കൈവച്ചിട്ടെന്ന് പറഞ്ഞാട്ടെ, എന്റെ വാക്ക് ചിലർക്ക് ദൈവത്തിന്റെ വാക്ക് പോലായി മാറാൻ പോകുകയാണ്. ഇതിനകത്ത് അസാധാരണ പ്രവചന ശബ്ദം റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ആ നാവിനകത്ത് നിന്ന് അസാധാരണ ദൈവശബ്ദം റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അഭിഷക്തന്മാരുണ്ട്, ഞാൻ അവരെ റെസ്പെക്ട് ചെയ്ത് അവരുടെ മേലെ അഭിഷേകത്തെ തുറന്ന് പ്രാർത്ഥിക്കുകയാ. അവർ നോയിസ് കേൾക്കുന്നവരല്ല, വോയിസ് കേൾക്കുന്നവരായി മാറട്ടെ കർത്താവേ. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഇതിനകത്ത് കടന്നു വന്ന ഈ ഹല്ലേലൂയ, ഈ ഡിവൈസിനകത്ത് ജോയിൻ ആയിരിക്കുന്ന 51 പേരുടെ മേലും കൃത്യം കണക്കാണ്. 50 പേര്, ഒരാളും ഞാനാ. ഹല്ലേലൂയ. 50 പേരുടെ മേലും ഹല്ലേലൂയ കർത്താവിനെല്ലാം കൃത്യം കണക്കാ. 50 പേരുടെ മേലും എസ്റ്റാബ്ലിഷനുള്ള വോയിസ് ഞാൻ അയച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അതിനപ്പുറത്ത് വേറൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. അതിനപ്പുറത്ത് ഒരു ഭാരത്തെക്കുറിച്ചും ഒരു റിസൾട്ടിനെ കുറിച്ചും ഒരു ഡോക്ടറിന്റെ റിപ്പോർട്ടും എനിക്ക് കേൾക്കണ്ട. യേശുവിന്റെ വോയിസ് എനിക്ക് കേട്ടാ മതി. അതിനകത്ത് ഞാൻ ഉറക്കുക. കർത്താവെ, ഞാൻ ഈ മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹെവൻലി ഫാദർ, ഞങ്ങളെ താഴ്ത്തുന്നു കർത്താവെ. കൃപ ചെയ്യണം കർത്താവെ, അത്ഭുതമാക്കി തീർക്കണം കർത്താവെ. ഈ ഗ്യാതറിങ്ങിനെ ഞാൻ യേശുവിന്റെ കരങ്ങളെ കേൾപ്പിക്കുന്നു. ഇത് മൾട്ടിപ്ലിക്കേഷനായി മാറട്ടെ, അധികമായി മാറട്ടെ, പെരുകട്ടെ കർത്താവെ. കൃപയാ നിറയ്ക്കണം. താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. അമേൻ, 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 അമേൻ. ഗോഡ് ബ്ലസ് യു. ഷലോം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.